സോ ഹേ ഗൈസ്, പോക്കിമോൺ ക്രിസ്റ്റലിൻ്റെ എത്രാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, അപ്പുറത്ത് നമ്മൊരു സ്ഥലം കണ്ടായിരുന്നില്ലേ, ഒരു വലിയ കട ടവർ. സോ അങ്ങോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഈ ജിം ലീഡറിനെ തോപ്പിച്ചായിരുന്നു. സോ ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത് അതാണ്. സോ അതിന് മുമ്പ് പോക്കിമോനെ ഹീൽ ചെയ്യട്ടെ. ലൈഫ് കുറവാണ്, പെട്ടെന്ന് ഹീൽ. ഇതാരാ? ഓ, മറ്റേ പ്രൊഫസർ പറഞ്ഞിരുന്നില്ല, ഒരാൾ നമ്മളെ കാണാൻ വേണ്ടി അയാളുടെ മറ്റേ ഇവിടെ ഉണ്ടെന്ന അയാളാണ്. അയാൾക്ക് മുട്ട തന്ന്. ആ മുട്ട പൊട്ട നമ്മുടെ ഇവിടെ വെക്കാനാണ് പറഞ്ഞേക്കണത്. മുട്ട പൊട്ടിക്കാനിട്ടുണ്ടെങ്കിൽ അത് പ്രൊഫസറിനെ വിളിച്ച് പറയണമെന്നും പറഞ്ഞ് ഇന്നൊക്കെ എന്തെങ്കിലും ഹീൽ ചെയ്യാം. ഓക്കെ, സെറ്റ്. അയ്യോ, അറിയാണ്ട് നോക്കിപ്പോയതാണ് ഗൈസ്, സോറി. സോ എന്തായാലും ആയതല്ലേ ഒന്നും കൂടി ഹീൽ ചെയ്തൊക്കെ ഗൈസ്. സോ എന്തായാലും ഹീൽ ചെയ്തിട്ട് സോ സെറ്റ്. ഇതാക്കി പോയിട്ട് ഇനി നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്. സെറ്റ്. സോ ഇനി നമുക്ക് പോക്കിമോൻ്റെ ഇതൊക്കെ കാട്ടിത്തരാം. ഇതാണ് കിട്ടിയ മുട്ട. ഓക്കെ, നമ്മൾ അങ്ങോട്ടെങ്കിലും ഇങ്ങോട്ട് നടന്നാൽ ചിലപ്പോൾ അത് ഹാച്ച് ചെയ്യുമെന്ന് പറയാനുണ്ട്. സോ എന്തായാലും നമുക്കിനി പൊക്കത്തോട്ട് പോകാം. പൊക്കത്തോട്ട് മീൻസ് ആ സ്ഥലത്തോട്ട്. സോ ഓക്കെ, ഓ നമ്മൾ ഇവിടെ എത്തി. എന്താ ഇതിൻ്റെ ഉള്ളിൽ പോക്കിമോൻസ് വരുമോ? അയ്യോ, അത് എനിക്കറിയാൻ പറയുന്ന. ഇതിൻ്റെ ഉള്ളിൽ പോക്കിമോൻസ് വരുമായിരുന്നു. ഇവനൊക്കെ ഈസി. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു അറ്റാക്കാണല്ലോ, കാരണം എനിക്ക് അവിടം വരെ എത്തണം. ഇതവിടം വരെ ഉണ്ട്, അവിടം വരെ. ഇതെന്തോ പോക്കിബോൾ പാരലൈസ് ചെയ്യില്ല. ഓക്കെ, സോ ഈ പോക്കിബോൾ എന്തെങ്കിലും കേൾക്കും അല്ലേ? അങ്ങനെ എനിക്ക് തോന്നണേ. പോക്കിബോൾ വേറെ എന്തൊക്കെ സാധനങ്ങൾ മാറ്റിയാകാം. ഓ, ഇതെന്തോ ജിം പോലത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഓ, ഇത് ഗാർഡ്സാണ്. ഓക്കെ ഓക്കെ, അപ്പം ഇവിടെ ബോസ് വല്ലതും ഉണ്ടാവും, ഇവരുടെ ലീഡർ. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ ബോൾസൊക്കെ ഒരു പല പല സംഭവങ്ങളാകാം. ചിലപ്പോൾ പോക്കിബോൾ തന്നെ ആകാം, പിന്നെ ചിലപ്പോൾ ഹീലാകാം, ചിലപ്പോൾ പോഷനാവാം, അങ്ങനെ കുറേ സാധനങ്ങളാവാം. സോ അതിനൊരിതില്ല, പക്ഷെ ഒരു കറക്റ്റായിട്ടുള്ളതൊരിതില്ല. സോ എന്തായാലും ഞാൻ ഇവനെപ്പോൾ ഒന്ന് ഇവൻ രക്തത്തെ കുടിച്ചിട്ട് സെറ്റാക്കട്ടെ. ഓക്കെ, ഞാൻ 2 ദിവസം വീഡിയോ ഇടാനത് സ്കൂളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനൊക്കെ വേണ്ടി ഞാനത് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ. സോ എനിക്ക് ഇനിയിപ്പോൾ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ നോക്കാം. ഓക്കെ, ലാസ്റ്റത്തെ പോക്കിമോൻ ഇറക്കാൻ പോണെയാണ്. സോ ഞാൻ ചേഞ്ച് ചെയ്യണം, ഇവൻ മാത്രം മതി. ഓക്കെ ഓക്കെ, ഇവൻ തീർന്ന് ഇനി അങ്ങോട്ട് പോകണം. പ്ലീസ് ലെവലപ്പ് ആവും. ഓ, ജസ്റ്റ് ഒരു പൊടി കേസ്. ഒരിച്ചിരി കൂടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ലെവലപ്പ് ആയാണ്. സോ നമുക്ക് എന്തായാലും വേറെ സ്റ്റെപ്പ് കയറാം. ഇങ്ങോട്ട് വല്ലതും. ഓ, ഇവിടെ ഒരു ആളുണ്ട്, അയാളോട് ഫൈറ്റ് ചെയ്യാം ഗൈസ്. സോ ഞാൻ ഇനി ഏത് ഗെയിം കളിക്കണമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. സോ അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ട് തന്നെ ഫുള്ള് തീർക്കണമെങ്കിൽ അത് പറയാം. പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഗെയിംസൊക്കെ ഇഷ്ടപ്പെടണ്ടെന്നൊന്നും കൂടി പറയാം. നിങ്ങൾ പറയുന്ന ഗെയിം ഞാൻ കളിക്കുന്നുള്ളൂ, നിങ്ങൾ പറയാത്തതുകൊണ്ട് ഞാനൊന്നും കളിക്കാത്തത്, മനസ്സിലായോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം പറയാം. ഞാൻ അടുത്ത് വേറൊരു പുതിയ ഗെയിം ഇടുന്നുണ്ട്. സോ അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ആ ഗെയിം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. സോ അതും ഞാൻ കളിക്കണമായിരിക്കും. സോ എന്തായാലും ഞാൻ ഇവന്മാരോട് കൊന്നോട്ടെ. ഇവന്മാരിച്ചിരി ചട്ടിയാണ് ഗൈസ്.
മൂന്നാമത്തെ ലെവലായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവനെ കൂടി കൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മുടെ യാത്ര തുടങ്ങാൻ പറ്റുന്ന. ഇവന്മാർക്ക് ബെൽസ്പ്രോട്ട് മാത്രമുള്ള വേറെ ബാക്കിയൊന്നുമില്ലേ? ഇതിൻ്റെ എവല്യൂഷൻ ഒന്നുമില്ല ഇവന്മാരയിൽ. അയ്യേ, അത് കൊള്ളൂലല്ലോ. ഓക്കെ, സെൻറ്റിക്വൽ ഇവോൾവിംഗ് ആണ്. എൻ്റെ ദൈവമേ, 14ാമത്തെ ലെവലിൽ അവൻ ഇവോൾവായി. സെൻറ്റിക്വൽ എന്താണ് അവൻ്റെ പേരെന്ന്? പേരെങ്ങനെ പോലെയല്ലോ. ഷോ ക്യുലാവ പോക്കിമോനിലോട്ട് അവനെ ഇവോൾവായി ഗൈസ്. സോ അവൻ ഇവോൾവായി, എനിക്കറിയാൻ പോലെയെന്ന്. സോ എന്തായാലും ഇങ്ങോട്ട് നോക്കട്ടെ, ഇവിടെ എന്തോ പൊക്കി കൊള്ളണമെന്നാണ് തോന്നണത്. ഓഫ്, കണ്ടാരം. ഇവനൊക്കെ ഒരടിക്കാനുള്ള, എന്നാലും ഇവൻ്റെ ജാടയൊക്കെ അപ്പോൾ കയറി വരും. കണ്ടായി. സെറ്റ് കേസ്, അവൻ്റെ മുഖം കണ്ടാ? ഞാൻ പറഞ്ഞില്ലേ ഒരു പൊക്കി കൊള്ളണമെന്ന്. സോ നമുക്ക് ആക്രോസൈഡ് എന്തോ കിട്ടി. സോ ഇനി നമുക്ക് നടക്കാൻ തുടങ്ങാം. പണ്ടാലും ഓടിക്കാനായിട്ട് എന്താണ് അൺലിമിറ്റഡ് ഇവന്മാരെയൊക്കെ മറന്നായി സമ്മതിക്കണം കേട്ടോ. നമ്മ എത്ര വലിയ പോക്കിമോണ്ടറിയില്ല, ഇവന്മാർ ചാടി വരും. ലെവല് കൂടിയായിരുന്നില്ല. ഇതാണ് ലാസ്റ്റത്തെ 2 പേര്. നമുക്ക് പോഷൻ കിട്ടി. ഇതാണ് ലാസ്റ്റത്തെ 2 പേരെന്ന് തോന്നുന്നു. സോ എന്താ സ്റ്റക്കായി ഗൈസ്? ഓക്കെ, സെറ്റ്. ആ ട്രെയിൻ ഫോമിൽ എന്തൊക്കെ പറയണ്ടേ? സീകളൊക്കെ കാറ്റില്ല. അവനൊരു വയ്ക്കുവാനുള്ളൂ. സോ രക്ഷപ്പെട്ടെ. ഈ ബെൽസ്പ്രോട്ട് മാത്രമേ ഉള്ളൂ 6ാമത്തെ ലെവൽ. ഒരു എലിയുമ്പല്ലോ ചാവായിരിക്കും. ഓക്കെ, സെറ്റ്. ഞാൻ പറഞ്ഞില്ലേ 100 XP ഡേയ്സ്, 100 XP. ഇവന്തായാലും ചത്തരുണ്ട്. പോക്കിമോൻ സ്വിച്ച് ചെയ്താ ഗൈസ്, കാരണം അവന് ലെവല് കുറവാണ്. ഓക്കെ, 2ാമത്തെ ആൾ അതാണെന്ന് തോന്നുന്നു എനിക്ക് ലീഡർ. കണ്ടോ, എന്താ പേരൊക്കെ പറയുന്നുണ്ട്. സോ അയാളെ നമുക്ക് എന്താ HM തരുമെന്ന് പറയും. HM എന്ന് വെച്ചാൽ മൂവാണ്, പോക്കിമോൻസിന് പഠിക്കാൻ പറ്റുന്ന മൂവ്സ്. പക്ഷെ അത് എല്ലാ പോക്കിമോൻസും പഠിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ വാട്ടർ ടൈപ്പ് എല്ലാ പോക്കിമോനും പഠിക്കാൻ പറ്റണമെന്നില്ല, മനസ്സിലായോ? അതേപോലെ പഠിപ്പിക്കാൻ പറ്റും, പക്ഷെ എല്ലാ പോക്കിമോനും പഠിക്കാൻ പറ്റില്ല. അതിന് പറ്റിയ പോക്കിമോൻ പഠിക്കാൻ പറ്റും. സോ HM ഒക്കെ അടിപൊളിയാണ്. കിഡറാക എടുക്കാൻ പറ്റുന്ന എല്ലാം എടുത്തേക്കുക. ഇവരെന്തായാലും ഒരടിക്കുള്ളതെന്ന് തോന്നുന്നു. ഗ്രോത്ത് ചെയ്തുകൊണ്ട് എനിക്കറിയാൻ പാടില്ല. യെസ്, ഒരടിക്കുള്ളൂ. ഓക്കെ, ഓൺ ഡിഫീറ്റായി. ഇനി ലാസ്റ്റത്തെ ലീഡർ. ഇതല്ല ഗൈസ് ലീഡർമാർ, അല്ലെങ്കിൽ ജിം ലീഡേഴ്സ്, അങ്ങനത്തെ മെയിൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും നമ്മളോട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ വരില്ല. നമ്മ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്താൽ മാത്രമേ അവർ നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ വരുള്ളൂ. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് അവർക്ക്. അവർ നേരിട്ടൊന്നും ഫൈറ്റ് ചെയ്യാൻ വരില്ല. നമ്മ അവരോട് എന്തെങ്കിലും ചോദിക്കുകയോ അവരായിട്ട് എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ അവർ നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ വരുള്ളൂ. പക്ഷേ ട്രെയിനേഴ്സ് അങ്ങനെയല്ല, കണ്ടോ അപ്പോൾ ഫൈറ്റ്, മനസ്സിലായോ? അപ്പോൾ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ഞാൻ ഈ 7ാമത്തെ ലെവൽ ബെൽസ്പ്രൗട്ടിനൊന്ന് വന്നോട്ടെ. ഓക്കെ, ഒരടിക്കകത്തോയി അത്. ഈ ഒരടിക്കകത്തോന്ന് നല്ലതാണ് ഗൈസ്, നമ്മുടെ ലൈഫും പോവില്ല. ആദ്യത്തെ ഒരു വേറെ പോക്കിമോൻ. ഇത്ര നേരം ബെൽസ്പ്രൗട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. ആദ്യമായിട്ടൊരു പോക്കിമോൻ നൈസ്. അതിനെ ഹിപ്നോട്ടൈസ് ചെയ്യട്ടെ. എനിക്കറിയാൻ പോലെ പോളിവാഗിനെ കൊല്ലാൻ പറ്റുമായിരിക്കും. ഹിപ്നോട്ടൈസ് ആയല്ല, ചിലപ്പോൾ കൊല്ലാൻ പറ്റും. ഇവന് വാട്ടർ ഗൺ കിട്ടിയാൽ പൊളിക്കും ഗൈസ്. വാട്ടർ ഗൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതിപ്പോൾ കുറച്ച് ഡാമേജേ പോകുള്ളൂ. സോ എന്തായാലും നമുക്ക് കൊല്ലാൻ പറ്റുന്ന അത്രയും ഡാമേജ് കൊടുക്കാൻ അത്രയും ഡാമേജ് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കൊല്ലണം. വാട്ടർ ഗണ്ണും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ് ഗൈസ്, പിന്നെ ഒന്നും പറയാനില്ല.
വാട്ടർ ഗണ്ണ് വേണം അത് എത്രാമത്തെ ലെവലാണ് കിട്ടുമെന്ന് എനിക്കറിയാൻ പോലെ. ചിലപ്പോൾ 14 കിട്ടും. ഓക്കെ, അവൻ ഇപ്പോഴും സ്ലീപ്പിങ് ആട്ടോ, അത് കുഴപ്പമില്ല, അത് നല്ല കാര്യം. ഇനി 2 അടി കൂടി വേണം. ഇപ്പം എണീറ്റാലും പ്രശ്നമില്ല ഐസ്. പിന്നെ സ്ലീപ്പിങ്ങാ. ഇനിയിപ്പോൾ എണീറ്റാലും പ്രശ്നമില്ല, കാരണം അവനെന്തെല്ലാം ചാവും. ഒരു തുള്ളി മതിയായിരുന്നു, ഒരു തുള്ളി. ഒരു HP കൂടെ ഉള്ളവനെ. പക്ഷേ അങ്ങനെ നമുക്ക് ഒരു ഡാമേജ് എടുക്കേണ്ടവനെ കൊല്ലാൻ പറ്റുമായിരുന്നു. ലെവലപ്പാവും. യെസ് ഗൈസ്, അവൻ ലെവലപ്പായി. ഓൾറൈറ്റ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ വാട്ടർ ഗൺ 13ാമത്തെ ലെവലിൽ തന്നെ വാട്ടർ ഗൺ കിട്ടി. ഇനി നമ്മൾ സെറ്റാണ് ഗൈസ്. ഇനി ഏത് ഫയർ ടൈപ്പോ റോക്ക് ടൈപ്പോ വന്നാലും നമ്മൾ അടിച്ചുണ്ടാക്കി കൊടുക്കും. ഇതെന്താ ഭൂകമ്പം ഗൈസ്? ഭൂകമ്പം എന്നല്ലെന്ന് തോന്നുന്നത്. നമ്മുടെ റൈവല് മൂസാൻ കിബിത്സൂജി. അയ്യോ, എന്തു പറ്റും ഗൈസ്, എനിക്കറിയാൻ പോലെ. അവനയാൾ തോപ്പിച്ചപ്പോൾ അയാൾ പറഞ്ഞ് നീ നിൻ്റെ പോക്കിമോൺസിനാ ഇച്ചിരി പണി പെട്ടണേ ചെയ്യണം, അതുകൊണ്ട് മര്യാദക്ക് വളർത്താൻ. ഓക്കെ, എസ്കേപ്പ് റോപ്പ് അതെന്താ? നമുക്ക് എന്തായാലും ഫൈറ്റ് ചെയ്യാം. ഇയാൾ അവൻ്റെ അടുത്ത് പറയാണ് നീ നിൻ്റെ പോക്കിമോൺസിനെ ഇത്ര ഹാർഷായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കരുത്, ഇച്ചിരി സ്നേഹമൊക്കെ കൊടുക്കണം, പിന്നെ നീ പോക്കിമോൺസ് ടൂൾസ് അല്ല എന്നൊക്കെ പറയാനുണ്ട്. പക്ഷെ അവൻ്റെ അതൊന്നും മനസ്സിലാവില്ല. അവനൊരു ദുഷ്ടനാണ് ഗൈസ്, മൂസാനാണ്. വെയിലത്തൊന്നും വരൂല അവനെപ്പോഴും ഇട്ടത്തെ കള്ളപ്പന്നി. സോ എന്തായാലും സ്വിച്ച് ആയിട്ടേക്കും നെവായിട്ട്. ഇവനൊരടിക്കുള്ളതെന്ന് തോന്നുന്നു ഗൈസ്. ക്രിട്ടിക്കലാ വേണ്ടാരം. ഓക്കെ, ഒരടിക്ക് ചാവാന്നാണ് എൻ്റെ വിശ്വാസം. യെസ് ഗൈസ്, ഇപ്പം ലെവലപ്പാവും ഗൈസ്, ഇപ്പം ലെവലപ്പാവും. കില്ലാവ് ഇപ്പം 15. ഓക്കെ, എന്തെങ്കിലും കിട്ടും. എങ്ങനെ ഇരിക്കണം? ഹൂത് നമുക്ക് എന്തായാലും പോളിവാക്കെ സ്വിച്ച് ചെയ്യാം. പോളിവാഗ് എവല്യൂഷൻ, 1ാമത്തെ എവല്യൂഷൻ കഴിഞ്ഞ് 2ാമത്തെ എവല്യൂഷൻ കഴിഞ്ഞ് 3ാമത്തെ എവല്യൂഷനിലോട്ട് പോകുമ്പോൾ അതിന് 2 എവല്യൂഷൻസ് ഉണ്ട്. ഒന്ന് ഒള്ളി വാട്ടർ ടൈപ്പ് ആക്കാം, അല്ലെങ്കിൽ വാട്ടർ പ്ലസ് ഫൈറ്റിംഗ്, അങ്ങനത്തെ ടൈപ്പ് ആക്കാം. മനസ്സിലായോ? അപ്പോൾ നമ്മ ഏതാക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. സോ അപ്പോൾ വെച്ച് ഞാൻ നോക്കാം. എന്തായാലും മിക്കവാറും മറ്റേ ഫൈറ്റിംഗ് ടൈപ്പും കൂടെ ഉള്ളതായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം എനിക്ക് ഫൈറ്റിംഗ് ടൈപ്പൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യും ഞാൻ? ഒരു ഫൈറ്റിംഗ് ടൈപ്പ് ഉള്ളത് നല്ലതല്ലേ? യെസ്. ഓക്കെ, വാട്ടർ ഗൺ ചെയ്ത് കൊല്ലാൻ പറ്റുമോ നോക്കട്ടെ. വാട്ടർ ഗണ്ണിന് അത്ര ഉദ്ദേശിച്ച ഡാമേജ് ഒന്നും അടിക്കണില്ല, എന്നാലും ബബിളിനെക്കാട്ടും കൊള്ളാം. ബബിൾ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരുത്തനുണ്ട് ബബിൾ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ഭയങ്കര കളിയാക്കല, അവൻ്റെ മുഖമൊക്കെ ബബിൾ പോലെ ഇരിക്കണം. ഇപ്പം ഞങ്ങളുടെ പേരാണ് ബബിളെന്ന്. സോ അലിയിട്ട് ലാസ്റ്റത്തെ അവൻ്റെ പൊക്കിമോനോട് ഇറക്കണയാണ്. ആരാണെന്ന്? ഓക്കെ, ബെൽസ്പ്രൗട്ടാണ്. ഇതെന്താണ് കേസ്? ഇവന് ബെൽസ്പ്രൗട്ട് മാത്രമേ ഉള്ളൂ. എന്നാലും പോക്കിമോനൊന്ന് മാറ്റട്ടെ. ഓക്കെ, ക്യുലാവക്ക് 46 HP ഉണ്ട്. ഗ്രോത്ത് നല്ല മൂവാണെന്ന് തോന്നുന്നു. എനിക്കറിയാൻ പോലെ ഞാൻ അറിയാണ്ട് ടാക്കിൾ ചെയ്ത് അത് തന്നെ പകുതി വെച്ചിട്ടേക്ക് ഒരു ടാക്കിളും വെച്ച് കത്തുവാണ്. ഓക്കെ, സെറ്റ്. ഓൾറൈറ്റ് ഗൈസ്, നമ്മൾ അവന് തോപ്പിച്ചിരിക്കുന്നു. 320 രൂപ കിട്ടി ഗൈസ്. 130 കിട്ടി. ഫ്ലാഷാണോ? ഫ്ലാഷല്ല, ഫ്ലാഷാണ് ഗൈസ് കിട്ടിയത്. ഫ്ലാഷ് നല്ലതാണ്, ഇത്ര ഇഷ്ടമല്ല. ഇവിടെ എന്തുണ്ട്? എസ്കേപ്പ് റോപ്പ് ഗൈസ്. ഇവിടെ നിന്നാണ് അവനെ ഇതെടുത്തു മുമ്പ്. സോ അതെന്തിനാന്ന് എനിക്കറിയാൻ പോലെ.
ഇവിടെ ഒന്നുമില്ല. സോണി തിരിച്ച് പോകണം. പക്ഷേ ഡേഞ്ചറാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കുറേ പോക്കിമോനെ കിട്ടി എൻകൗണ്ടർ ചെയ്തായിരുന്നു. ഇപ്പോൾ പോക്കിമോനൊന്നും മഞ്ഞില്ലേ? ഗൈസ് പോക്കിമോനൊന്നും മഞ്ഞില്ല. പോക്കിമോനെല്ലാം പേടിച്ച് നമ്മളെ പേടിച്ചിരിക്കണേ പോക്കിമോൻസൊക്കെ. പോക്കിമോനല്ലാതെ ഇവിടെ ഒരു ബാറ്റ് ഉണ്ട്. നിൻ്റെയൊക്കെ ലീഡറിനെ തോപ്പിച്ചതാണ്. നീയൊക്കെ എന്നോട് ഫൈറ്റ് ചെയ്യണ്ട. നിൻ്റെയൊക്കെ ലീഡറിനെ ഞാൻ തോപ്പിച്ചതാ. പക്ഷെ ഇവന്മാരൊരു കാര്യം, ഇവന്മാരൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. ഇവന്മാരുടെ ലീഡറൊക്കെ ഞാൻ പൊട്ടിച്ചത്. എന്നിട്ടാണ് ഇവന്മാരെ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടത്. മണ്ടന്മാർ തന്നെ. സോക്കില്ലാവനെ ഇട്ടിട്ടുണ്ട്. ഇനി അവൻ ഈ 3 തീർത്തോട്ടെ. ഈസിയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഒരു വാട്ടർ ടൈപ്പിന് വീക്ക്നെസ് ആയ ഒരു ഇലക്ട്രിക് ടൈപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ജയിക്കാൻ പറ്റും. അത് ലെവലിൻ്റെ രീതിയിലിരിക്കും. മനസ്സിലായോ? ലെവൽ നല്ലതാണെങ്കിൽ നമ്മൾ ജയിക്കാൻ ചാൻസ് കൂടുതലാണ്. അവനൊരു 20 നമ്മൾ 40 ആണെങ്കിൽ നമ്മൾ ജയിക്കും. മനസ്സിലായോ? അങ്ങനത്തെ സ്കീമൊക്കെ വരും. സോ ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവനെ കൊന്നിട്ടുണ്ട്. ഇനി ഒരുത്തനും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കേസ് ഒരുത്തനും കൂടി ഉണ്ട്. ഓക്കെ, ഇവൻ വായിച്ച് പെൽസ്പ്രോട്ട് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എവല്യൂഷനാ. ഇതിൻ്റെ അല്ല, ഈ ലീഫ് ടൈപ്പ് തന്നെ. ലീഫില്ല, ഗ്രാസ് ടൈപ്പിനെ കുറേ ഉണ്ട്. അതിനെന്തെങ്കിലും വെച്ചൂടെ? ഇവന്മാർക്ക് ഇത് മാത്രമേ വെക്കാനുള്ളൂ. ഓക്കെ, അവനെ തോപ്പിച്ചിട്ടുണ്ട്. അവൻ 96 രൂപ തന്നുള്ളൂ. കള്ളപ്പന്നി. ഓക്കെ, നമുക്കിനി എന്തായാലും പുറത്തോട്ട് പോവാം. സോ ഗൈസ്, എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ ചേർത്താണ്. കാരണം എന്താണ്, കുറച്ച് ലോങ്ങായി. പിന്നെ ഇതിൻ്റെ പാർട്ട് വേണമെന്ന് പറയാം. പിന്നെ മറ്റേ പോപ്പി പ്ലേ ടൈമിൻ്റെ പാർട്ട് ഞാൻ ഇടണേക്കും. പെട്ടെന്ന് തന്നെ ഇടണേക്കും. സോ അതുവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.